മുൻ മന്ത്രി മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ MLA മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. CPM ബന്ധമുണ്ടായ ജമാഅത്ത് വെൽഫെയർ അല്ലെങ്കിൽ ആ ഒരു ബന്ധം സൂക്ഷിച്ച സമയത്ത് അതിനെ ശക്തമായി എതിർത്ത, അവരുടെ മതരാഷ്ട്രവാദമൊക്കെ ഉയർത്തിക്കാണിച്ച് ശക്തമായി എതിർത്ത, ഒരു ഐഡിയോളജിക്കലി എതിർത്ത ആളുകളിൽ പെട്ട ആളായിരുന്നു. ലീഗ് തന്നെ എതിർത്തിരുന്നു, മുനീർ സാഹിബൊക്കെ ശക്തമായി എതിർത്തിരുന്നു. ആ എതിർപ്പും ഇപ്പം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് കുറഞ്ഞു വരുന്നു എന്നുള്ള ഇല്ല. ഐഡിയോളജിക്കലി ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും ഒന്നാകാൻ പറ്റില്ല. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും ഞങ്ങൾ ശക്തമായി അവരുടെ ഐഡിയോളജിയെ എതിർക്കാൻ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞാൻ പറയുന്നു, അവരുടെ ഐഡിയോളജിയെ ഞങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറയുന്നു. കാരണം ആ ഐഡിയോളജി ഞങ്ങളുടെ ഐഡിയോളജിയും ചേർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലീഗും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരുടെ രചനകളെ, അവർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളെ, അവർക്ക് എതിരെ ഞങ്ങൾ എഴുതിയ ലേഖനങ്ങളെ ഒന്നും ഞങ്ങളിപ്പോഴും അവരും തിരസ്കരിക്കുന്നില്ല, ഞങ്ങളും തിരസ്കരിക്കുന്നില്ല. നിലപാടുകൾ ഒന്നായി, ആരാണ് ഏതാണ് ലീഗ് ഏതാണ് ജമാഅത്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആയി എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഒരു സമരസപ്പെടൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഒരിക്കലുമില്ല. ജമാഅത്ത് ഇസ്ലാമിയായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും സമരസപ്പെട്ടിട്ടില്ല. സമരസപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐഡിയോളജിക്കൽ ഡിഫറൻസാണ്. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസിൽ ഞങ്ങളുടെ ഐഡിയോളജിയും അവരുടെ ഐഡിയോളജിയും തമ്മിൽ ഒരു വലിയ ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഐഡിയോളജിക്കലി അന്നും ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയെ ശക്തമായി എതിർത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സാഹിത്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാത്തത് തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ ഐഡിയോളജിയും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചോളണമെന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്ന നിലപാട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതായത് രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും രണ്ടും വ്യത്യസ്ത ധാരണയാണ്. രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രം എന്ന സങ്കല്പം വരുന്ന സമയത്ത് ഈ മതം, രാഷ്ട്രവാദം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇപ്പം, എങ്ങനെയാണ് ഈ പ്രാദേശികമായ നീക്കുപോക്ക് നടന്നിരിക്കുന്നത്? അല്ല, പ്രാദേശികമായ നീക്കുപോക്കുകൾ ഉണ്ടായി എന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് രാഷ്ട്രീയമായി അവർ ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു നീക്കുപോക്കുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സ്ഥലത്തൊക്കെ അവർ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ അവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഇവരെങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിസ്മരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജനങ്ങളിൽ ചിലരും മനഃപൂർവ്വം പ്രചരണം നടത്തുന്ന സമയത്ത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവരുടെ പ്രചരണം ഇന്ന് മുതലാണ് ഇവരുണ്ടായത് എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ പഴയതിനെ മറക്കുകയും പുതിയത് മാത്രം എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യമുണ്ടല്ലോ. ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ഇവർ രാഷ്ട്രീയ രംഗപ്രവേശനം നടന്നു കഴിഞ്ഞല്ലോ. ഇപ്പോൾ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പം പല മുന്നണികളോടും LDFനോടും ഇപ്പോൾ UDF ഈ പറഞ്ഞ പോലെയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ധാരണകൾ. അപ്പോൾ അതിനവർ പറയുന്നൊരു വാദം, ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അതല്ല ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ സ്വീകരിക്കപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കാണുന്നത് മുനീർ സാഹിബ്? പക്ഷെ അവർ അങ്ങനെ പറയുന്നുണ്ട് പല സ്ഥലത്തും, ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്ക് പിന്നെ മാറ്റി പറയാം. പക്ഷെ അന്ന് എഴുതിയിട്ടുള്ള സാഹിത്യങ്ങൾ അതിപ്പോഴും വിപണിയിലുണ്ട്. അവരുടെ ഭരണഘടനയുണ്ട്.
ഐക്യജനാധിപത്യ മുന്നണിയും വെൽഫെയർ പാർട്ടിയും ധാരണയായി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകേണ്ട ഒരു കാര്യമേ അല്ല ഇത്. കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതിൻ്റെ 1/7 ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും കർക്കശമാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങൾ BJPയെ എതിർക്കുന്നത് പോലെ തന്നെ ഇപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വർഗീയ പ്രവണതകളെയും എല്ലാ കാലത്തും എതിർത്ത് പോന്നിട്ടുണ്ട്. അതാണല്ലോ ഞങ്ങൾ SDPI ഉണ്ടായ സമയത്തും SDPI ഉണ്ടായ സമയത്ത് ഇവരാരും ഉണ്ടായിട്ടില്ല. അന്ന് ലീഗ് മാത്രമാണ്. NDF ഉണ്ടായ സമയത്ത് അതിനെ ചെറുക്കാൻ മതസംഘടനകളും മുസ്ലിം ലീഗുമാണ് അന്ന് മുന്നിട്ടിറങ്ങി അന്ന് രംഗത്ത് വന്നത്. അതുപോലെ തന്നെ PDPക്കെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടായി. ISS എന്നൊക്കെ പറയുന്ന സംഘടന രാജ്യത്തിന് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. അതുപോലെ തന്നെയാണ് മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയിട്ടുള്ളത് അവരാണ്. അങ്ങനെ പറയുമ്പോഴും പൊടിയിൽ വന്നൊരു കാര്യം, ഈ മലപ്പുറത്ത് ഒരു തദ്ദേശ സ്ഥാപനത്തേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാണക്കാട് നടക്കുന്ന സമയത്ത് ഒരു വെൽഫെയർ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെൽഫെയറാണ് മത്സരിക്കുന്നത് എന്ന് പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ റഷീദ് അലി തങ്ങളാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. തങ്ങൾ പറയുന്നൊരു സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലരും. അത് അത്രത്തോളമൊക്കെ പോകേണ്ടതുണ്ടോ? അത് എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ല. അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വിവരം എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിൽ ഇപ്പോൾ മുന്നണിയുടേതായുള്ള സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഞങ്ങൾ മുന്നണിയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു സാധ്യത കുറവാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുന്നണിയിലുള്ളവരല്ലേ നമ്മൾ പ്രഖ്യാപിക്കുള്ളൂ.